ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, തൃത്താല മാറുകയാണ്. മാറ്റം കൊതിക്കുന്ന തൃത്താലയിൽ അനിവാര്യമായ മാറ്റത്തിന് അനിഷേധ്യമായ ബദലായി ദേശീയ ജനാധിപത്യ സഖ്യം വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. തൃത്താല വളരെ കാലമായി മാറ്റം ആഗ്രഹിക്കുകയാണ്. പക്ഷേ രണ്ട് കൂട്ടരെയും മാറി മാറി LDFനെയും UDFനെയും മാറി മാറി പരീക്ഷിക്കാനുള്ള അവസരം മാത്രമേ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മൂന്നാമതൊരു ഓപ്ഷൻ എന്ന രീതിയിൽ BJP NDA ശക്തമായി മുന്നേറ്റം നടത്തി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഏപ്രിൽ 9-ാം തീയതി തെരഞ്ഞെടുപ്പ് നടന്ന് മെയ് 4-ാം തീയതി റിസൾട്ട് വരുന്ന സമയത്ത് തൃത്താല നിയോജക മണ്ഡലത്തിൽ താമര വിരിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിവിടെ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിവർത്തനത്തിന്റെ കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്നു തൃത്താലയിൽ. തൃത്താലയ്ക്ക് രണ്ട് മുന്നണികളെയും അടുത്തിരിക്കുന്നു. രണ്ട് മുന്നണികളും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി രണ്ട് മുന്നണികളും പരസ്പരം മത്സരിക്കും. വാളയാർ ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞാൽ രണ്ടു കൂട്ടരും ഭായിയായി ഡൽഹി വരെ പോവുകയും ഡൽഹിയിലെത്തിയാലും ഭായി എന്ന നിലപാടെടുക്കുകയും ചെയ്യുന്നു. ഇവരുടെ ധാരണ എല്ലാ കാലവും ഇവരെയൊക്കെ ഇങ്ങനെ പറ്റിച്ച് മുന്നോട്ട് പോകാമെന്നാണ്. പക്ഷെ തൃത്താലയിലെ ജനങ്ങൾ പ്രബുദ്ധരാണെന്ന് തെളിയിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞാനിപ്പോ വരുന്ന സമയത്ത് കുറെ യുവാക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. തൃത്താല നിയോജക മണ്ഡലം യുവാക്കൾക്ക് കായിക പരിശീലനം നടത്തുവാനും കളിക്കാനും ഓരോ പഞ്ചായത്തിലും ഗ്രൗണ്ടുകളുണ്ടോ? അവരെല്ലാം ഫുട്ബോൾ കളിക്കാൻ പോകുന്ന ടർഫ് ഗ്രൗണ്ടിലാണ്. അതിന് വാടക കൊടുക്കണം. എന്തുകൊണ്ടാണ് മന്ത്രിയുള്ള മണ്ഡലമായ തൃത്താലയിൽ 2 തവണ UDFന്റെ MLA വിജയിപ്പിച്ച തൃത്താലയിൽ 7 പതിറ്റാണ്ട് രണ്ടു കൂട്ടരെ മാറി മാറി വിജയിപ്പിച്ച തൃത്താലയിൽ എന്തുകൊണ്ടാണ് ഓരോ പഞ്ചായത്തിലും കളിസ്ഥലം ഉണ്ടാക്കാൻ കഴിയാത്തത്? യുവാക്കൾ ചോദിക്കുകയാണ്. അവർ പണം കൊടുത്താണോ ടർഫ് ഗ്രൗണ്ടുകളിൽ കളിക്കാൻ പോകേണ്ടത്? യുവാക്കൾക്ക് കായിക പരിശീലനം, കായിക ട്രെയിനിങ് കൊടുക്കുന്നതിന് സംവിധാനമില്ല. തൊഴിൽ നൽകാൻ സംവിധാനമില്ല. യുവതികൾക്ക് തൊഴിൽ നൽകാൻ സംവിധാനമില്ല. എന്താണ് പിന്നെ 7 പതിറ്റാണ്ട് കൊണ്ട് തൃത്താലയിൽ ഉണ്ടാക്കിയത്? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തൃത്താലയിൽ വലിയ മാറ്റം ആഗ്രഹിക്കുന്നു ജനങ്ങൾ. മാറ്റം ആഗ്രഹിക്കുന്ന തൃത്താലയ്ക്ക് മാറ്റത്തിന്റെ കൊടുങ്കാറ്റാവാൻ ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രിയമുള്ളവരെ, തൃത്താലയുടെ ചോദ്യം 2 ചോദ്യമാണ് തൃത്താല ചോദിക്കുന്നത്. ഒന്ന്, തൃത്താല എന്ന് പറയുന്ന മണ്ഡലത്തിന് മഹിതമായ ഒരു പാരമ്പര്യമുണ്ട്. ആധ്യാത്മിക പാരമ്പര്യമുണ്ട്, സാംസ്കാരിക പാരമ്പര്യമുണ്ട്. അക്കിത്തത്തിന്റെയും MT വാസുദേവനാരുടെയും പാക്കനാരുടെയും മണ്ണാണ് തൃത്താല. ആ മണ്ണിനെ മത തീവ്രവാദികളുടെ കൈകളിലേക്ക് വിട്ടുകൊടുക്കണമോ? ഇതാണ് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ വെക്കുന്ന ചോദ്യം. LDFന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് PDPയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ്. ആരാണ് PDPയുടെ നേതാവ്? കോയമ്പത്തൂരിൽ സ്ഫോടനമുണ്ടാക്കി നിരവധി പേരെ കൊന്നൊടുക്കിയ രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിലടക്കപ്പെട്ട അബ്ദുൽ നാസർ മദനിയുടെ പാർട്ടിയാണ് PDP. ആ PDP നേരിട്ട് തന്നെയാണ് MP രാജേഷിന് വേണ്ടി വോട്ട് പിടിക്കാൻ നടക്കുന്നത്. MP രാജേഷ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു എന്ന് സങ്കല്പിക്കുക. വിജയിക്കാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. അങ്ങനെ വിജയിച്ചാൽ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് മത തീവ്രവാദിയായിട്ടുള്ള മദനിയായിരിക്കും. മദനി വരച്ച വരയ്ക്ക് ഒരടി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയുമോ? UDFന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ്, SDP ആണ്. അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ, ജയിക്കാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന SDP-യും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയായിരിക്കും. അവർ നിയന്ത്രിക്കുന്ന കളിപ്പാവയായി മാറും. അതുകൊണ്ട് ഈ മണ്ഡലത്തെ മത തീവ്രവാദികളുടെ കളിപ്പാവയായി വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിക്കേണ്ട സമയമായിരിക്കുന്നു. പകരം 12 വർഷമായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ വികസന സങ്കല്പങ്ങൾ ഇവിടെ യാഥാർത്ഥ്യമാക്കുവാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി വിജയിക്കണം. നല്ല റോഡ് വേണമെങ്കിൽ മോഡി വേണം. നല്ല ആശുപത്രി വേണമെങ്കിൽ മോഡി വേണം. കുട്ടികൾക്ക് കളിസ്ഥലം വേണമെങ്കിൽ മോഡി വേണം. ടൂറിസം സാധിക്കണമെങ്കിൽ മോഡി വേണം. കുടിവെള്ളം പരിഹരിക്കണമെങ്കിൽ മോഡി വേണം. മോഡി ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണ് എന്ന് തൃത്താലയിൽ തെളിയിച്ചിട്ടുണ്ട്. നല്ല റോഡ്, PM സടക്ക് യോജന, എല്ലാ വീട്ടിലും കുടിവെള്ളം, PM പ്രധാനമന്ത്രിയുടെ ജൽജീവൻ മിഷൻ, ഒരു കുടുംബത്തിൽ 10 പദ്ധതികൾ. നരേന്ദ്രമോദി ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണ്. അതുകൊണ്ട് കേരളത്തിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ വരുമ്പോൾ തൃത്താലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് NDAയുടെ പ്രതിനിധി ഉണ്ടാകണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചോളം എനിക്ക് പറയുവാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിക്കുന്ന എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാം. എന്റെ ഫോൺ നമ്പർ എന്റെ 2ാമത്തെ അഭ്യർത്ഥനയിലുണ്ട്.
ആ അഭ്യർത്ഥനയിലുള്ള ഫോൺ നമ്പറിൽ ഞാൻ MLA ആയി കഴിഞ്ഞ് നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എന്നെ വിളിച്ചാൽ ഞാൻ നേരിട്ട് സുരേഷ് ഗോപിയെ വിളിക്കും. അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് നേതൃത്വം നൽകിയ ആളാണ് ഞാൻ. അദ്ദേഹം നേരിട്ട് പ്രധാനമന്ത്രി വിളിക്കാൻ ആക്സസ് ഉള്ളതാണ്. സുരേഷ് ഗോപി എന്റെ പ്രചരണത്തിന് വന്നിരുന്നു. പ്രധാനമന്ത്രി എന്റെ കൂടി പ്രചരണത്തിന് പാലക്കാട് വന്നിരുന്നു. നിങ്ങളുടെ എന്താവശ്യമുണ്ടെങ്കിലും നിറവേറ്റി തരാൻ ഞാൻ തയ്യാറാണ് എന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. എന്നെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ആ കാര്യം ഞാൻ ഉറപ്പു തരുന്നു. മറ്റൊരു കാര്യം കൂടി ഉറപ്പ് നൽകുകയാണ്. ഞാനൊരു അധ്യാപകനായിരുന്നു, എനിക്ക് പെൻഷൻ ഉണ്ട്. ഇവിടെ നൽകി എനിക്ക് എന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും, അത് ശമ്പളമാണെങ്കിലും ആനുകൂല്യമാണെങ്കിലും ബത്തയാണെങ്കിലും എല്ലാം തന്നെ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നൽകാനും അവരെ സേവിക്കാനും നൽകുമെന്ന് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ വരുന്ന 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്റെ ചിഹ്നമായ താമര, ഒന്നാമത്തെ ചിഹ്നമായ താമര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ, സൗഹൃദത്തിന്റെ ഭാഷയിൽ, നന്മയുടെ ഭാഷയിൽ, വിനയത്തിന്റെ ഭാഷയിൽ ഇന്നാട്ടിലെ നല്ലവരായ വോട്ടർമാരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകി ഊഷ്മളമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ബോലോ ഭാരത് മാതാ കി. ഭാരതീയ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സമുന്നതനായിട്ടുള്ള സാരഥി ശ്രീ വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ വടക്കുമരുന്നല്ലൂരിന്റെ മില്ലർ സ്റ്റോപ്പിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ദേശീയ അധ്യാപക പരിഷത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന, അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന, കേരളത്തിലെ നിരവധി വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം വഹിച്ചിട്ടുള്ള, നിരവധി രാഷ്ട്രീയ സമരങ്ങൾക്ക് നേതൃത്വം വഹിച്ചിട്ടുള്ള ശ്രീ വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ കേരളത്തിൽ താമരവില്ലയിൽ നിന്ന് ഇവിടുത്തെ